ഷിരി ബിബാസിന്റെ മൃതദേഹം ഹമാസ് കൈമാറിയില്ലെന്ന് ഇസ്രായേൽ. DNA പരിശോധനയിലൂടെയാണ് ഷിരി ബിബാസിന്റെ മൃതദേഹം ഇല്ലെന്ന് തിരിച്ചറിഞ്ഞത്. ഹമാസിന്റെ നടപടി കരാർ ലംഘനമാണെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രതികരണം. വിവരങ്ങളുമായി അശ്വതി വിശ്വനാഥനുണ്ട്. അശ്വതി, വിശദാംശങ്ങൾ പറയും. ആരുണ്യ, ഇന്നലെ ആയിരുന്നു ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ടുള്ള മൃതദേഹ കൈമാറ്റത്തിന്റെ ആദ്യഘട്ടം നടന്നത്. ഈ ഒരു കരാർ പ്രകാരം ഇന്നലെ ഹമാസ് 4 ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹങ്ങളായിരുന്നു കൈമാറിയിരുന്നത്. 32-കാരിയായിട്ടുള്ള ഷിരി ബിബാസ്, അവരുടെ മക്കളായിട്ടുള്ള 9 മാസം പ്രായമുള്ള കഫീർ, 4 വയസ്സുള്ള ഏരിയൽ, 84-കാരനായിട്ടുള്ള ഒദേത് ലിഫ്ഷിറ്റ്സ്, ഇവരുടെ മൃതദേഹങ്ങളായിരുന്നു കരാർ പ്രകാരം ഇന്നലെ കൈമാറിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ 4 മൃതദേഹങ്ങളിൽ ഒന്നുപോലും ഷിരി ബിബാസിന്റെ മൃതദേഹം ഇല്ല എന്നാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ മൃതദേഹങ്ങൾ സ്ഥിരീകരിക്കുകയുള്ളൂ എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ 4 മൃതദേഹങ്ങളിൽ ഒന്നിൽ പോലും ഷിരി ബിബാസിന്റെ മൃതദേഹം ഇല്ല എന്നും ഇത് ആരുടേതാണെന്ന് വ്യക്തമല്ല എന്നും ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത്. ഇതിന് പ്രതികരണമായി ഇപ്പോൾ ഇസ്രായേൽ സൈന്യമായുള്ള IDF ഹമാസിനോട് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഹമാസിന്റെ ഈ ഒരു നടപടി കരാർ ലംഘനമാണെന്നും എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കൂടി തിരികെ ഇസ്രായേൽ എത്തിക്കണമെന്നാണ് ഇസ്രായേൽ സൈന്യം ഹമാസിനോട് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ഇസ്രായേലിന്റെ റിപ്പോർട്ട് പ്രകാരം 8 മൃതദേഹങ്ങളാണ് ഹമാസ് ഇനി വിട്ടുകൊടുക്കാനുള്ളത്. 2023-ലാണ് ഈ 4 പേരെയും ഹമാസ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നതും ബന്ദികളാക്കുന്നതും. ഈ ഷിരി ബിബാസിന്റെ ഭർത്താവായിട്ടുള്ള യാഡൻ ബിബാസിനെ നേരത്തെ തന്നെ ഹമാസ് മോചിപ്പിച്ചിരുന്നു. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഷിരി ബിബാസും മക്കളും കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് അന്ന് ആരോപിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു വാദം ഇക്കാര്യം അന്നേ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 ആൺകുട്ടികൾക്കും ഈ അമ്മയ്ക്കും എന്ത് സംഭവിച്ചു, തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്നത് വരെ തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്ന് യാഡൻ ബിബാസും കുടുംബവും അന്നു തന്നെ പറഞ്ഞിരുന്നു. ഈ ബാക്കിയുള്ള 3 മൃതദേഹങ്ങളും ഈ ഒരു DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു അനിശ്ചിതത്വം നിലനിന്ന സ്ഥിതിക്ക് അടുത്ത 4 മൃതദേഹങ്ങളുടെ കൈമാറ്റം അനിശ്ചിതത്തിലാവുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ്. അരുണ്യ. ശരി, അശ്വതി വിശ്വനാഥനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.